Learn Commerce. Please like, share, and subscribe. Hi all, welcome to the session. Now we will discuss models of organizational behavior. There are 5 models of organizational behavior, that is autocratic model, custodial model, supportive model, collegial model, and last one system model. ഓരോന്നും എന്താ നമുക്ക് നോക്കാം. The first one, autocratic model. This model relies on power. For example, managers have the authority to control their employees, and the employees' performance in this stage will be much lower than expected. ഈ ഒരു മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പവറാണ്. നിങ്ങൾ മാനേജ്മെൻറ്റ് പഠിച്ച സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് നമ്മൾ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ്, അതിൽ അതോറിറ്റിയുടെയും റെസ്പോൺസിബിലിറ്റിയുടെയും പാസിങ് ആ ഒരു വേ എങ്ങനെയാണ്? അതോറിറ്റി ടോപ്പ് ടു ബോട്ടം ആണെങ്കിൽ റെസ്പോൺസിബിലിറ്റി എങ്ങനെയാണ്? ബോട്ടം ടു ടോപ്പ്, ഈ ഒരു രീതിയിലാണ്. കാരണം അതോറിറ്റി പാസ് ചെയ്യുന്ന ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് സൂപ്പർവൈസേഴ്സിൻ്റെ അടുത്ത്, സൂപ്പർവൈസർ അവരുടെ വർക്കേഴ്സിനുമാണ്. ദെൻ റെസ്പോൺസിബിലിറ്റിയോ ഓരോരുത്തർക്കും കിട്ടുന്ന വാക്കിനനുസരിച്ച് അവർ കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ലോവർ ലെവലിൽ നിന്ന് മിഡിൽ ലെവലിലേക്കും, മിഡിൽ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്കും, ടോപ്പ് ലെവലിലേക്കും പോകേണ്ടതാണ്. അതാണ് അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. സോ ഇവിടെ ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയാൻ കാരണം ഈ എംപ്ലോയീസ്, ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസിനെ കൺട്രോൾ ചെയ്യാനുള്ളൊരു എബിലിറ്റി അത് മാനേജേഴ്സിനുണ്ട്. സോ ഇവിടുത്തെ പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത് എങ്ങനെയാണ്? മച്ച് ലോവർ ദാൻ എക്സ്പെക്റ്റഡ്. അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കുറവായിരിക്കും എന്ത് പെർഫോമൻസ് ലെവൽ എന്ന് പറയുന്നത്. ദ പെർഫോമൻസ് റിസൾട്ട് ഈസ് മിനിമം റിസൾട്ട് ആയിരിക്കും ഉണ്ടാവുക. കാരണം നമ്മുടെ സുപ്പീരിയേഴ്സോ അല്ലെങ്കിൽ ടോപ്പ് ലെവൽ മാനേജേഴ്സോ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഇവിടുത്തെ എംപ്ലോയീസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ളൊരു അതോറിറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ റിസൾട്ട് എന്ന് പറയുന്നത് മിനിമൽ ആവും. ഓക്കെ, ഇനി ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓട്ടോക്രാറ്റിക് മോഡലിൻ്റെ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പവറിനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഈ ഒരു മോഡലിൻ്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത്. മാനേജീരിയൽ ഓറിയൻറ്റേഷൻ ഈസ് അതോറിറ്റി. മാനേജീരിയൽ ഓറിയൻറ്റേഷൻ അത് അതോറിറ്റിയാണ് ഇവിടെ സ്പെസിഫൈ ചെയ്യുന്നത്. ദെൻ അല്ലെങ്കിൽ മാനേജീരിയൽ ഓറിയൻറ്റേഷൻ എന്ന് പറയാൻ കാരണം എന്താണ്? ടോപ്പ് ലെവൽ മാനേജേഴ്സിൻ്റെ തീരുമാനപ്രകാരമുള്ള കാര്യങ്ങളായിരിക്കും മിഡിൽ ലെവലും ലോവർ ലെവലും ചെയ്യേണ്ടത്. നെക്സ്റ്റ് വൺ എംപ്ലോയി ഓറിയൻറ്റേഷൻ ഈസ് ഒബീഡിയൻസ്. എംപ്ലോയിയുടെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എംപ്ലോയി എന്ന് പറയുന്നത് എന്താണ്? അവരെ അനുസരിക്കുന്നവെന്നാണ്. എന്താണോ ടോപ്പ് ലെവൽ പറയുന്നത് അതനുസരിക്കുക മാത്രമാണ് ഓട്ടോക്രാറ്റിക് മോഡലിലെ എംപ്ലോയീസിൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദെൻ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് ഡിപ്പെൻഡ്സ് ഓൺ ബോസ്. അതായത് എംപ്ലോയീസിൻ്റെ അവരുടെ പെർഫോമൻസ് റിസൾട്ട് എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനെയാണ്? അവരുടെ ബോസിനെയാണ്. ബോസ് എന്ത് പറയുന്നോ അത് മാത്രമേ അവർ ചെയ്യൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും അവരെ കൊണ്ട് സ്വന്തം ചെയ്യാൻ പറ്റില്ല. ദെൻ എംപ്ലോയി നീഡ്സ് മെറ്റ് ഈസ് സബ്സിസ്റ്റൻസ്. ഇതിൽ എംപ്ലോയീസ് അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടായിരിക്കും നീഡ്സ് മീറ്റ് ചെയ്യുന്നത്. ദെൻ ലാസ്റ്റ് വൺ പെർഫോമൻസ് റിസൾട്ട് ഈസ് മിനിമം. ഇവിടുത്തെ പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് മിനിമം റിസൾട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഓട്ടോക്രാറ്റിക് മോഡൽ. ടോപ്പ് ലെവലിൻ്റെ ആ ഒരു പവർ അല്ലെങ്കിൽ അതോറിറ്റി കോൺസെൻട്രേറ്റ് ചെയ്തായിരിക്കും ഇവിടുത്തെ വർക്കും കാര്യങ്ങളൊക്കെ. എംപ്ലോയി ടോപ്പ് ലെവൽ എന്ത് പറയുന്നോ അത് മാത്രമേ അവർക്ക് അനുസരിക്കാൻ അറിയൂ, അവരത് മാത്രമേ ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് മിനിമം റിസൾട്ട് ആയിരിക്കും ഇവിടെ ഉണ്ടാവുക. ഈ നെക്സ്റ്റ് വൺ കസ്റ്റോഡിയൽ മോഡൽ, സെക്കൻഡ് മോഡലാണ്. ദിസ് മോഡൽ യൂഷ്വലി ഡിപ്പെൻഡ്സ് ഓൺ ഇക്കണോമിക് റിസോഴ്സസ് ഓർ മണി. ഇക്കണോമിക് റിവാർഡാണ് ഈ ഒരു മോഡൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഫോർ ഇൻസ്റ്റൻസ്, manager can stimulate their employees by offering them facilities and benefits. But in this model, the employees won't work as team, less sharing with others, because everyone will depend on his self to get more benefit than the others. അതായത് ഈ ഒരു മോഡൽ, കസ്റ്റോഡിയൽ മോഡലിൽ പറയുന്നത് ഈ ഒരു മോഡൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇക്കണോമിക് റിവാർഡാണ് അല്ലെങ്കിൽ മോണിറ്ററി ബെനിഫിറ്റ് ആണ്. സോ ഇവിടെ പറയുന്ന മാനേജേഴ്സ് ക്യാൻ സ്റ്റിമുലേറ്റ് ദെയർ എംപ്ലോയീസ് ബൈ ഓഫറിംഗ് ദം ഫെസിലിറ്റീസ് ആൻഡ് ബെനിഫിറ്റ്സ്. മാനേജേഴ്സ് അവരുടെ എംപ്ലോയിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? ബൈ ഓഫറിംഗ് ഫെസിലിറ്റീസ് ആൻഡ് ബെനിഫിറ്റ്സ്. എന്തെങ്കിലും ബെനിഫിറ്റ്സോ ഫെസിലിറ്റീസോ ഓഫർ ചെയ്തുകൊണ്ടാണ് അവരുടെ എംപ്ലോയിനെ അവർ മോട്ടിവേറ്റ് ചെയ്യുന്നത്. ഇനി പ്രധാനപ്പെട്ടൊരു കാര്യം, ബട്ട് ഇൻ ദിസ് മോഡൽ എംപ്ലോയീസ് വോണ്ട് വർക്ക് ആസ് എ ടീം. ഈ ഒരു കേസിൽ എംപ്ലോയി എന്ത് ചെയ്യുന്നില്ല? ടീമായിട്ട് വർക്ക് ചെയ്യുന്നില്ല. അതിനുള്ള കാരണം ബിക്കോസ് ഓഫ് എവ്രി വൺ വിൽ ഡിപ്പെൻഡ് ഓൺ ഹിസ്
സെൽഫ് ടു ഗെറ്റ് മോർ ബെനിഫിറ്റ്സ്. എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? ടീമായിട്ട് ചെയ്യുമ്പം അവർക്ക് കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റും ടീം ഷെയർ ചെയ്യണം. പക്ഷെ അതിന് പകരം കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് എന്താണോ അത് സ്വന്തം തന്നെ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ഗ്രൂപ്പായിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി അതർ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡ്സ് ഓൺ ഇക്കണോമിക് റിസോഴ്സ്. ഇത് ഇക്കണോമിക് റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞാൽ പവറിനെ, അതോറിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരുന്നു, നമുക്കറിയാലോ. ഇനി സെക്കൻഡ് പോയിന്റ്, മാനേജറിയൽ ഓറിയൻറ്റേഷൻ ഈസ് മണി. മാനേജറിയൽ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് മണി ബേസ് ചെയ്തിട്ടാണ്. ദെൻ എംപ്ലോയി ഓറിയൻറ്റേഷൻ ഈസ് സെക്യൂരിറ്റി ആൻഡ് ബെനിഫിറ്റ്സ്. അതായത് അതുപോലെ എംപ്ലോയി ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് അവർക്ക് കിട്ടുന്ന സെക്യൂരിറ്റി, അവർക്ക് കിട്ടുന്ന അഡീഷണൽ ബെനിഫിറ്റ്സ് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട്സ് ഡിപ്പെൻഡ്സ് ഓൺ ഓർഗനൈസേഷൻ. എംപ്ലോയീസിൻ്റെ സൈക്കോളജിക്കൽ റിസൾട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ബേസിലാണ്. എംപ്ലോയി നീഡ്സ് മെറ്റ് ഇൻ ഈസ് സെക്യൂരിറ്റി. എംപ്ലോയി അവരുടെ നീഡ്സ് മീറ്റ് ചെയ്യുന്നത് സെക്യൂരിറ്റി ഫുൾഫിൽ ചെയ്തുകൊണ്ടാണ്. ദെൻ പെർഫോമൻസ് റിസൾട്ട് ഈസ് പാസീവ് കോപ്പറേഷൻ. അവരുടെ പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് പാസീവ് കോപ്പറേഷനാണ്. കാരണം നമ്മൾ പറഞ്ഞു ടീമായിട്ട് അവർ ചെയ്യുന്നില്ല, കോപ്പറേറ്റ് വർക്ക് അല്ല അവിടെ ചെയ്യുന്നത്, സ്വന്തം തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. കാരണം അവർക്ക് കിട്ടുന്ന എക്കണോമിക് ബെനിഫിറ്റ് ഷെയർ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നില്ല? കോപ്പറേറ്റ് ചെയ്യുന്നില്ല, മറ്റുള്ളവരുമായിട്ട് വർക്ക് ഷെയർ ചെയ്യുന്നില്ല, സ്വന്തം തന്നെ ചെയ്യാം, എന്നിട്ട് കിട്ടുന്ന എക്കണോമിക് റിവാർഡ് സ്വന്തം തന്നെ എടുക്കാം എന്നാണ് ഈ ഒരു മെത്തേഡിൽ പറയുന്നത്. അപ്പം നമ്മൾ രണ്ട് മോഡൽ പഠിച്ചു. ഓട്ടോക്രാറ്റിക് മോഡലാകുമ്പോൾ അവിടെ പവറിനാണ് പ്രാധാന്യം, ബട്ട് കസ്റ്റോഡിയൽ മോഡലാകുന്ന സമയത്ത് അവിടെ മോണിറ്ററി ബെനിഫിറ്റ്, മണിക്കാണ് പ്രാധാന്യം. ഓക്കെ, ഇനി തേർഡ് വൺ, സപ്പോർട്ടീവ് മോഡൽ. ദിസ് മോഡൽ റിലീസ് ഓൺ ലീഡർഷിപ്പ്. സപ്പോർട്ടീവ് മോഡൽ, ആ ഒരു പേരിൽ തന്നെ നിൽക്കറിയാം, സപ്പോർട്ട്, ലീഡർഷിപ്പാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, മാനേജേഴ്സ് സപ്പോർട്ട് ദെയർ എംപ്ലോയീസ് ബൈ എൻകറേജിങ് ആൻഡ് സപ്പോർട്ടിംഗ് ദം ടു പെർഫോം എ ബെറ്റർ ജോബ്, ഗെറ്റ് അലോൺ വിത്ത് ഈച്ച് അതർ ആൻഡ് ആസ് വെൽ ആസ് ഡെവലപ്പിംഗ് ദ സ്കിൽസ്. ദ പെർഫോമൻസ് റിസൾട്ട് വിൽ ബി അവേക്കൺഡ് ഡ്രൈവ്സ്. അതായത് ലീഡർഷിപ്പ് ആണല്ലോ ഇതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ലീഡർ എന്ത് ചെയ്യും? അവർക്ക് അണ്ടറിലുള്ള അവരുടെ ഗ്രൂപ്പിലുള്ള ആളുകളെ മൊത്തം എന്ത് ചെയ്യും? മോട്ടിവേറ്റ് ചെയ്യും. ഓരോ ആക്ടിവിറ്റിയും കണ്ടക്ട് ചെയ്യാനും അവരെ പ്രത്യേകം മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക. അതാണ് അവേക്കൺ ഡ്രൈവ്സ് എന്ന് പറയുന്നത്. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക, ഉണർത്തുക എന്നൊക്കെ നമുക്ക് പറയാം. ഈ ഒരു മെത്തേഡിൽ എംപ്ലോയീസിന് അവർ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, മാനേജേഴ്സ് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. മാനേജേഴ്സിൻ്റെ പല രീതിയിലുള്ള അപ്രോച്ചസ് ആണ് ഇവിടെ പറയുന്നത് കേട്ടോ, മോഡൽസിൽ പറയുന്നത്. അപ്പോൾ ഇവിടെ എംപ്ലോയീസിൻ്റെ അടുത്ത് അവർ സപ്പോർട്ട് ചെയ്യുകയാണ് ബൈ എൻകറേജിങ് ആൻഡ് സപ്പോർട്ടിങ് ദം ടു പെർഫോം ബെറ്റർ ജോബ് നല്ല രീതിയിൽ ചെയ്യുന്നതിന് അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സപ്പോർട്ടും എൻകറേജ്മെൻറ്റും കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ മാനേജേഴ്സ് എംപ്ലോയീസിൻ്റെ അടുത്ത് കൊടുക്കുന്നത്. അതായത് ഓരോരുത്തർക്കും അവരുടെ സ്കില്ല് മാക്സിമം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു സപ്പോർട്ടീവ് മോഡലിൽ പറയുന്നത്. കൊളീഗിയൽ മോഡൽ. എംപ്ലോയീസ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് അതർ കോപ്പറേറ്റീവ്ലി ആൻഡ് വർക്ക് ആസ് ടീം ടു ഡു ദ ടാസ്ക്. അതായത് ഇവിടെ പറയുന്നത് ഒരു ടീം വർക്കാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു മോഡലിൽ എംപ്ലോയി ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ടീം വർക്കിനെയാണ്. എന്തെങ്കിലും ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ഒരു കോപ്പറേഷൻ അല്ലെങ്കിൽ ടീം വർക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. എവറി വൺ വിൽ ബി ഹാവിങ് എ നോർമൽ എൻതൂസിയാസം, സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് റെസ്പോൺസിബിൾ ബിഹേവിയർ ടുവേർഡ്സ് ദെയർ ടാസ്ക്. ഒരു ഗ്രൂപ്പിലുള്ള ഓരോ എംപ്ലോയി ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളൊരു റെസ്പോൺസിബിലിറ്റി സ്വന്തം തന്നെ ഉണ്ടാവും. അതാണ് ഈ ഒരു മോഡലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ഡിപ്പെൻഡ്സ് ഓൺ പാർട്ട്ണർഷിപ്പ്. ഇത് പാർട്ട്ണർഷിപ്പാണ് ഇതിന് ബേസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു ഓരോരുത്തർക്കും അവരുടെ ടാസ്ക് എന്താണെന്ന് സ്വന്തം തന്നെ മനസ്സിലാക്കാനും അത് ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഒരു പാർട്ട്ണറായിട്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ദെൻ മാനേജറിയൽ ഓറിയൻറ്റേഷൻ ഈസ് ടീം വർക്ക്. ടീം വർക്കിനാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത് മാനേജേഴ്സ് ലെവലിൽ. ദെൻ എംപ്ലോയി ഓറിയൻറ്റേഷൻ ഈസ് റെസ്പോൺസിബിൾ ബിഹേവിയർ. ഈ എംപ്ലോയിൻ്റെ കേസിൽ എങ്ങനെയാണ്? അവർക്ക് തന്നെ അറിയാം അവരെന്ത് ടാസ്ക്കാണ് ഒരു ഗ്രൂപ്പിൽ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം അവർക്ക് എന്താണ്? ഒരു റെസ്പോൺസിബിൾ ബിഹേവിയർ ആണ് ഇവിടെ ഉണ്ടാവുക. ദെൻ എംപ്ലോയി സൈക്കോളജിക്കൽ റിസൾട്ട് ഈസ് സെൽഫ് ഡിസിപ്ലിൻ. സ്വന്തം തന്നെ അറിയാം എന്നുള്ളതാണ് ഇവിടെ ഒരു എംപ്ലോയിൻ്റെ സൈക്കോളജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത്. അവർക്ക് അവരുടെ വർക്ക് എന്താണെന്ന് മറ്റുള്ളവർ പറയുന്നതിന് മുന്നേ തന്നെ അവർക്ക് സ്വന്തമായിട്ട് തന്നെ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ,
എംപ്ലോയി നീഡ്സ് മെറ്റ് ഈസ് സെൽഫ് ആക്ച്വലൈസേഷൻ. അവരുടെ നീഡ് മീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? സെൽഫ് ആക്ച്വലൈസേഷനിലൂടെയാണ്. അവർ ചെയ്യുന്ന വർക്കിൽ ഏറ്റവും നന്നായിട്ട് നല്ല എഫേർട്ട് എടുക്കുന്ന ഏറ്റവും നന്നായിട്ട് ചെയ്യുക. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷനിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? അവരുടെ നീഡ് മീറ്റ് ചെയ്യുന്നത്. ദെൻ പെർഫോമൻസ് റിസൾട്ട് ഈസ് മോഡറേറ്റ് എന്തൂസിയാസം. പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് മറ്റുള്ളവരൊന്നും അവരെന്ത് ചെയ്യണമെന്നില്ല, മോട്ടിവേറ്റ് ചെയ്യണമെന്നില്ല, സ്വന്തം തന്നെ അവർ ചെയ്യുന്നതാണ്, സെൽഫ് ഡയറക്റ്റഡ് ആണ്. ഇതാണ് കൊളീഗിയൽ മോഡലിൻ്റെ പ്രത്യേകത. ഓക്കെ, ആൻഡ് ദ ലാസ്റ്റ് മോഡൽ, സിസ്റ്റം മോഡൽ. ദിസ് മോഡൽ ഈസ് ബേസ്ഡ് ഓൺ ട്രസ്റ്റ്, സെൽഫ് മോട്ടിവേഷൻ, ആൻഡ് ദ പെർഫോമൻസ് റിസൾട്ട്സ് വിൽ ബി മോർ ദാൻ എക്സ്പെക്റ്റഡ് because employees will be committed to do their task as expected and as well as organizational goals. അതായത് ഈ ഒരു മോഡൽ ടെക്സ്റ്റ് ബുക്കിൽ 4 മോഡൽ മാത്രമേ പറയുന്നുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ 4 മോഡൽ അഡീഷണലായിട്ട് ഈ ഒരു മോഡലും കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ഒരു മോഡലിൽ പറയുന്നത് സെൽഫ് മോട്ടിവേഷനാണ്. സെൽഫ് മോട്ടിവേഷണൽ ട്രസ്റ്റ് ആണ് ഇതിൽ പറയുന്നത്. പെർഫോമൻസ് റിസൾട്ട് എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ്. പെർഫോമൻസ് റിസൾട്ട്സ് വിൽ ബി മോർ ദാൻ എക്സ്പെക്റ്റഡ് എന്നാണ് പറയുന്നത്. അതിനുള്ള കാരണം എന്താണ്? എംപ്ലോയീസ് വിൽ ബി കമ്മിറ്റഡ് ടു ഡു ദെയർ ടാസ്ക് ആസ് എക്സ്പെക്റ്റഡ്. അതായത് എംപ്ലോയി അവരുടെ വർക്ക് നന്നായിട്ട് ചെയ്യാനുള്ള കമ്മിറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട്. ഓർഗനൈസേഷൻ ഗോൾ എന്താണോ അതിനേക്കാളും ഓർഗനൈസേഷൻ എന്ത് എക്സ്പെക്റ്റ് ചെയ്യുന്നു അതിനേക്കാളും നന്നായിട്ട് പെർഫോമൻസ് ചെയ്യണം എന്നുള്ളത് ആ ഒരു കമ്മിറ്റ്മെൻറ്റ് അവിടെ വെക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സിസ്റ്റം മോഡലിൽ പറയുന്നത് സെൽഫ് മോട്ടിവേഷനാണ്. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് 5 മോഡൽസ് ആണ്. ഓട്ടോക്രാറ്റിക്, കസ്റ്റോഡിയൽ, സപ്പോർട്ടീവ്, കൊളീഗിയൽ ആൻഡ് ലാസ്റ്റ് വൺ സിസ്റ്റം മോഡൽ. അപ്പം അത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഓർഗനൈസേഷൻ ബിഹേവിയർ കോൺസെൻട്രേറ്റ് എന്ന ഏരിയ പറയുന്നുണ്ട്, ഫീച്ചേഴ്സ് ഓഫ് ഓർഗനൈസേഷൻ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക, എന്നിട്ട് അതിൽ ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.